ഇന്ന് നമ്മൾ ഒരു ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഓറിയൻ്റൽ ക്യാൻസർ പ്രൊട്ടക്റ്റ് എന്നാണ് ഈ പോളിസിയുടെ പേര്. പേര് വ്യക്തമാക്കുന്നത് പോലെ ഇത് ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയാണ്. ഈ പോളിസിയുടെ പ്രത്യേകതകൾ, ഇതിൻ്റെ കവറേജ്, ഇതിൻ്റെ നിബന്ധനകൾ, പ്രീമിയം, ഇതിനെക്കുറിച്ചെല്ലാമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പോളിസിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ ഒരു പോളിസിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നതിന് ഒരു കാരണമുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഇനി ഞാൻ പറയുവാൻ പോകുന്ന ഡേറ്റ 2022 വരെ ഉള്ളതാണ്. 2022 മാത്രം 14.61 ലക്ഷം പുതിയ ക്യാൻസർ കേസുകളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ 9-ൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് ശ്വാസകോശ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറുമാണ്. 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ലിംഫോയിഡ് ലുക്കീമിയയാണ്. 2020-ൽ നിന്നും 2025-ലേക്ക് എത്തുമ്പോൾ ഇന്ത്യയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം 12.8% കൂടുമെന്നാണ് പബ്മെഡ് പറയുന്നത്. അതായത് ഇന്ത്യയിൽ 2,98,00,000 ക്യാൻസർ രോഗികൾ ഉണ്ടാകും 2025 കൂടി എന്ന്. ഏതൊരു രോഗവും ഉണ്ടാകുന്നതിന് മുൻപ് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ അതിലും നല്ല ഒരു കാര്യം ഇല്ല. എന്നിരുന്നാലും രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ് എങ്കിലും ഒരു രോഗവും നമ്മുടെ അനുവാദം വാങ്ങിയിട്ടല്ല വരുന്നത് എന്ന് കൂടി ഓർക്കണം. ക്യാൻസർ പോലെ ഒരു രോഗത്തിൻ്റെ ഭീതിതമായ ഒരു അവസ്ഥാവിശേഷത്തെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത്. മാത്രമല്ല, അതുണ്ടാക്കാൻ ഇടയുള്ള, ഒരാളിൽ ഉണ്ടാക്കാൻ ഇടയില്ല, ഒരു കുടുംബത്തിൽ ഉണ്ടാക്കാനിടയുള്ള സാമ്പത്തിക ഭാരം ലഘൂകരിക്കുന്നതിൽ ഈ ഒരു ഇൻഷുറൻസ് പോളിസി അയാളെ എത്രമാത്രം സഹായിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത്. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. എന്താണ് ഓറിയൻ്റൽ ക്യാൻസർ പ്രൊട്ടക്റ്റ് പോളിസി? ഈ പോളിസി എടുത്തിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസർ ഓഫ് സ്പെസിഫൈഡ് സെവരിറ്റി മൂലം ആവശ്യമായി വരുന്ന ചികിത്സാ ചെലവുകൾ, അതൊരാശുപത്രിയിൽ ഇൻപേഷ്യൻ്റ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ അങ്ങനെ, അതുമല്ലെങ്കിൽ ഒരു ഡേ കെയർ സെൻ്ററിലാണെങ്കിൽ അങ്ങനെ, പോളിസിയുടെ നിബന്ധനകൾക്ക് വിധേയമായി നഷ്ടപരിഹാരം നൽകുന്നു. ആർക്കൊക്കെയാണ് ഈ പോളിസിയിൽ ചേരാവുന്നത്? 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള ആർക്കും ഈ പോളിസി എടുക്കാവുന്നതാണ്. 3 മാസത്തിന് മുകളിൽ പ്രായമുള്ള ഏതൊരു കുട്ടിക്കും ഈ പോളിസി എടുക്കാവുന്നതാണ്. കുട്ടിയുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ രക്ഷിതാക്കളോടോ ചേർത്ത് വേണം ഈ പോളിസി എടുക്കുവാൻ. ഇനി ഏതു കുട്ടിയാണെങ്കിലും അവർക്ക് അവരോട് ഒരു സാമ്പത്തികമായ ആശ്രയത്വം ഉണ്ടാകണം എന്ന് മാത്രം. ആ കുട്ടികൾ പിന്നീട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയാൽ അവർക്ക് വേറൊരു പുതിയ പോളിസി എടുക്കാവുന്നതാണ്. ആ സമയത്ത് അവർക്ക് അതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്നില്ല എന്നുകൂടി ഓർക്കുക. അതെല്ലാം പുതിയ പോളിസിയിലേക്ക് പോർട്ട് ചെയ്തു മാറ്റുവാനും കഴിയുന്നതാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ഈ ലിമിറ്റ് ബാധകമല്ല. ഏത് വ്യക്തിയും 65 വയസ്സെത്തിയാൽ പോളിസി അവരുടെ ജീവിതാവസാനം വരെ പുതുക്കിക്കൊണ്ടു പോകുവാനും കഴിയും. ഈ പോളിസിയിൽ ആരൊക്കെയാണ് അല്ലെങ്കിൽ ആരെയൊക്കെയാണ് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നത്? നിങ്ങൾ, നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ പേരൻസ് ഇൻ ലോ, ഇവരെയെല്ലാം ഈ പോളിസിയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഈ പോളിസിയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന സം ഇൻഷുവേർഡുകൾ അത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ്? അതോടൊപ്പം പോളിസിയുടെ കവറേജുകൾ, അതിൻ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് ഒന്ന് നോക്കാം. സം ഇൻഷുർഡ് ഇങ്ങനെയാണ്: 50 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം, ഇത്രയുമാണ് സം ഇൻഷുർഡായി കൊടുക്കുക. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് 5 ലക്ഷവും 10 ലക്ഷവും മാത്രമാണ് കൊടുക്കുന്ന സം ഇൻഷുർഡ്. രണ്ടാമത്തെ പോളിസിയുടെ കവറേജ് അല്ലെങ്കിൽ ആനുകൂല്യം ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിലെ റൂം, ബോർഡിംഗ്, അതുപോലെ നഴ്സിംഗ് എക്സ്പെൻസസ്, നഴ്സിംഗ് കെയർ, RMO ചാർജുകൾ, BMW അഥവാ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചാർജുകൾ, IV ഫ്ലൂയിഡ്സ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഇഞ്ചക്ഷൻ, അതേപോലെ അഡ്മിനിസ്ട്രേഷൻ ചാർജസ്, ഇത്രയും കാര്യങ്ങൾ ഒറ്റ ഹെഡിലാണ് പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഹെഡിൽ വരുന്ന ചെലവുകളെ 2 രീതിയിലാണ് ആനുകൂല്യ പട്ടികയിൽ പെടുത്തിയിരിക്കുന്നത്. അതേതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. 5, 10, 15 ലക്ഷം സം ഇൻഷുർഡ് ഉള്ള ആളുകൾക്ക്
ആനുകൂല്യങ്ങൾ ഇങ്ങനെയാണ്. സം ഇൻഷ്വേർഡിൻ്റെ 1% ഇവർക്ക് ആനുകൂല്യമായി നൽകുക. പരമാവധി ഒരു ദിവസം 10,000 രൂപയോ അല്ലെങ്കിൽ ആക്ച്വൽ ചെലവായത് എത്രയാണോ അതിലേതാണോ കുറവ് അത്രയുമാണ് ഇവിടെ ആനുകൂല്യങ്ങളായി നിജപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 20, 25, 50 ലക്ഷം സം ഇൻഷ്വേർഡ് ഉള്ള ആളുകൾക്കാണെങ്കിൽ ആനുകൂല്യങ്ങൾ എങ്ങനെയാണ്? സം ഇൻഷ്വേർഡിൻ്റെ 1% ഇവിടെയും ആനുകൂല്യമായി നൽകുക. പരമാവധി ഒരു ദിവസം 25,000 രൂപയോ അല്ലെങ്കിൽ ആക്ച്വൽ ചെലവായത് എത്രയാണോ അതിലേതാണോ കുറവ് അത്രയുമാണ് ഇവിടെ ആനുകൂല്യങ്ങളായി നിജപ്പെടുത്തിയിരിക്കുന്നത്. ഓർമ്മിക്കുക, ആദ്യം പറഞ്ഞ ഹെഡിൽ വരുന്ന എല്ലാ ചെലവുകളും ഈ ഒരു ആനുകൂല്യത്തിലായിരിക്കും ഉൾപ്പെടുത്തുക. മൂന്നാമത്തെ ആനുകൂല്യം അല്ലെങ്കിൽ കവറേജ്, ഇനി ഒരാൾ ക്യാൻസർ ബാധിച്ച് ICUവിൽ ചികിത്സയിലാണെങ്കിൽ അതല്ലെങ്കിൽ ആശുപത്രിയിലോ നേഴ്സിംഗ് ഹോമിലോ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ചെലവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെലവ് എത്രയാണോ അതിൻ്റെ ആക്ച്വൽസ് അതായിരിക്കും കിട്ടുക. ഇതെല്ലാം എപ്പോഴും സം ഇൻഷ്യൂർഡിന് ഉള്ളിലായിരിക്കും നിൽക്കുക. നാലാമത്തത് സർജൻ, അനസ്തേഷ്യസ്റ്റ്, മെഡിക്കൽ പ്രാക്ടീഷണർ, കൺസൾട്ടൻറ്റ്, സ്പെഷ്യലിസ്റ്റ് ഫീസ് ഇതും സം ഇൻഷ്യൂർഡിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ലഭിക്കുന്നതാണ്. ഇവിടെ ഓർക്കേണ്ടത് പ്രൊപ്പോർഷനേറ്റ് ക്ലോസ് അപ്ലൈ ചെയ്യുന്നതാണ്. ഇവിടെ എന്താണ് പ്രൊപ്പോർഷനേറ്റ് ക്ലോസ്? ഒരാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ അയാൾ എടുക്കുന്ന റൂമിൻ്റെ റെൻറ്റ് അയാൾക്ക് പോളിസി പ്രകാരമുള്ള എലിജിബിൾ ആയിട്ടുള്ള റൂം റെൻറ്റോ അല്ലെങ്കിൽ റൂം കാറ്റഗറിയിലോ അധികമായിട്ട് വരികയാണെങ്കിൽ ഇൻഷുർ ചെയ്തയാൾ അങ്ങനെ ചെലവാകുന്ന തുക ആകെത്തുകയുടെ അതിൻ്റെ അസോസിയേറ്റഡ് ആയി വരുന്ന ചെലവുകൾ ഉൾപ്പെടെ കൂടി അതിൻ്റെ ആനുപാതികമായ ഒരു ഭാഗം സ്വന്തം കയ്യിൽ നിന്നും വഹിക്കേണ്ടി വരും. ഇവിടെ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ നഴ്സിംഗ് ഹോമിലെ റൂം, ബോർഡിംഗ് ആൻഡ് നഴ്സിംഗ് എക്സ്പെൻസസ്, നഴ്സിംഗ് കെയർ, RMO ചാർജുകൾ, BMW ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചാർജുകൾ, IV ഫ്ലൂയിഡ്സ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഇഞ്ചക്ഷൻ, അതേപോലെ അഡ്മിനിസ്ട്രേഷൻ ചാർജസ് ഇതെല്ലാം ഒറ്റ വിഭാഗത്തിലാണ് വരുന്നത്. സം ഇൻഷ്വേർഡിൻ്റെ 1% ഇവിടെ അനുവദനീയമായ തുക. 5 ലക്ഷം രൂപ സം ഇൻഷ്വേർഡുള്ള ഒരാൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ പരമാവധി അനുവദനീയം 5,000 രൂപയാണ്. സർജൻ, അനസ്തേഷ്യസ്റ്റ്, മെഡിക്കൽ പ്രാക്ടീഷണർ, കൺസൾട്ടൻറ്റ്, സ്പെഷ്യലിസ്റ്റ് ഫീസ് എല്ലാം കൂടി ഈ 5,000 രൂപയ്ക്ക് മുകളിൽ പോയാൽ എത്രയാണോ അധികം വരുന്നത് അതിൻ്റെ ഒരു ആനുപാതികമായ ശതമാനം കണക്കാക്കി അത്രയും തുക ക്ലെയിം തുകയിൽ നിന്നും കുറയ്ക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് ഇതെല്ലാം ചേർത്ത് 10,000 രൂപയായാൽ അധികം വന്നത് 50% എന്ന് കണക്കാക്കി ആ അധികം വന്ന 50% നമ്മുടെ എലിജിബിൾ തുകയിൽ നിന്നും കുറയ്ക്കുന്നതായിരിക്കും. ഈ ഒരു ക്ലോസ് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ക്ലെയിം തീർപ്പാക്കുമ്പോൾ പലപ്പോഴും കുറഞ്ഞുപോയി, കയ്യിൽ നിന്നും പൈസ പോയി എന്നൊക്കെ കുറേ അധികം പേരെങ്കിലും പലപ്പോഴും പരാതിപ്പെടാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു ക്ലോസ് പ്രത്യേകം ഓർത്തിരിക്കുക. 5ാമത്തെ ആനുകൂല്യം ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ അനസ്തേഷ്യ, ബ്ലഡ്, ഓക്സിജൻ, ഓപ്പറേഷൻ തിയേറ്റർ ചാർജസ്, അതുപോലെ സർജിക്കൽ അപ്ലയൻസസ്, മെഡിസിൻസ്, ഡ്രഗ്സ്, ഡയാലിസിസ്, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, കോസ്റ്റ് ഓഫ് പ്രോസ്തെറ്റിക് ഡിവൈസസ് ഇംപ്ലാന്റഡ് ഡ്യൂറിങ് സർജറി, റെലവൻ്റ് ലബോറട്ടറി അതുപോലെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, എക്സ്റേ അതേപോലെയുള്ള സമാനമായ എല്ലാ ചെലവുകളും ഒറ്റ ഹെഡിലാണ് വരുന്നത്. ഇതും സം ഇൻഷ്വേർഡിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ലഭിക്കുന്നതാണ്. ഇവിടെയും പ്രൊപ്പോർഷനേറ്റ് ക്ലോസ് അപ്ലൈ ചെയ്യുന്നതാണ്. 6ാമത്തെ കവറേജ് ഈ പോളിസിയിൽ റോഡ് ആംബുലൻസ് കവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5, 10, 15 ലക്ഷം സം ഇൻഷ്വേർഡ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് 3,000 രൂപയാണ് ഒരു ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ആക്ച്വൽസ് എത്രയാണോ ഏതാണോ കുറവ് അതായിരിക്കും ലഭിക്കുക. 20, 25, 50 ലക്ഷം സം ഇൻഷ്വേർഡ് ഉള്ള ആൾക്കാരിൽ 5,000 രൂപയാണ് ഒരു ഹോസ്പിറ്റലൈസേഷന് അല്ലെങ്കിൽ ആക്ച്വൽസ് എത്രയാണോ അല്ലെങ്കിൽ ഏതാണോ കുറവ് അതായിരിക്കും ലഭിക്കുക. ഇതിൽ 1-2 കണ്ടീഷനുകൾ കൂടിയുണ്ട്. ഇങ്ങനെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് മാത്രമായിരിക്കണം. മാത്രമല്ല അതിനെ തുടർന്ന് ഒരു ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടാകുകയും വേണം. അങ്ങനെ കൊണ്ടുപോകുന്നത് വൈദ്യശാസ്ത്രപരമായി ആവശ്യമായി വന്നിട്ടുണ്ടാകുകയും വേണം. ഇങ്ങനെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് ചികിത്സിക്കുന്ന ആശുപത്രിയിൽ ഡയഗ്നോസ്റ്റിക് സേവനങ്ങൾ ലഭ്യമല്ലാതെ വരുമ്പോഴോ അതല്ലെങ്കിൽ ആ ആശുപത്രിയിൽ വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാതെ വരുമ്പോഴോ മറ്റൊരു ആശുപത്രിയിലേക്കോ മറ്റൊരു ഡയഗ്നോസ്റ്റിക് സെൻറ്ററിലേക്കോ മാറ്റുന്നത് കൊണ്ട് ആകാം. 7ാമത്തെ കവറേജ് പോളിസിയിൽ എയർ ആംബുലൻസ് കവറേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സം ഇൻഷ്വേർഡിൻ്റെ 5% വരെയാണ് ഇങ്ങനെ ആനുകൂല്യം ലഭ്യമാകുക. ഇവിടെയും ചില കണ്ടീഷൻസ് ബാധകമാണ്. ഇന്ത്യയിൽ മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യം ലഭ്യമാകുക. ഒരു രോഗിക്ക് ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള അടിയന്തര ഘട്ടത്തിലോ മറ്റൊരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയും കിട്ടാത്ത സാഹചര്യത്തിലോ മാത്രം ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക.
ഇങ്ങനെ രോഗിയെ കൊണ്ടുപോകുന്ന എയർ ആംബുലൻസിൽ ECG, CPR, സ്ട്രെച്ചർ, വെന്റിലേറ്റർ, മറ്റ് മെഡിക്കൽ സൗകര്യങ്ങൾ, എല്ലാ മെഡിക്കൽ കെയർ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റിയും അത് മോണിറ്റർ ചെയ്യുവാനുമുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. അങ്ങനെ എയർ ലിഫ്റ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന എയർ ആംബുലൻസിന് ആവശ്യം വേണ്ട എല്ലാ ലൈസൻസുകളും അപ്രൂവലുകളും ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ഒരു ആനുകൂല്യം ഒരു പോളിസി കാലയളവിൽ 2 തവണ മാത്രമേ ഉപയോഗിക്കുവാൻ പറ്റുകയുള്ളൂ.